അടിസക്കെ പഞ്ഞിക്കാരനാണ്. ഇന്നൊരു നല്ലൊരു ഞായറാഴ്ച ദിവസവും ഞായറാഴ്ച രാവിലെ എന്റെ സ്വന്തം പള്ളിയിൽ കുർബാനിക്കുമ്പോൾ വളരെ ഒരു സന്തോഷമുണ്ട് എനിക്ക്. ഇന്ന് ഞങ്ങളുടെ പ്രേമൽപ്പന്റെ തിരുനാളായതുകൊണ്ട് പള്ളിയിൽ ചൂട് പപ്സ് ഉണ്ടായിരുന്നു. ഇവനാണെങ്കിൽ 2-3 പപ്സ് ആയി തിന്നാണ്. പാവം തിന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നല്ല അഹങ്കാരം ഉണ്ടായിരുന്നവന്. എല്ലാവരും മത്സര ബുദ്ധിയോടുകൂടി 2-3 പപ്സ് ഒക്കെ കഴിച്ചിട്ട് കുർബാനായിട്ട് ഇങ്ങനെ 1-2 വർത്താനം പറയാനായിട്ട് ഞാൻ വളരെ സന്തോഷമുണ്ട്. അത് കഴിയുമ്പോൾ ഞങ്ങൾ നേരെ തോമാസന്റെ അവിടെ പോകും തിരുത്തൂര്. അവിടെ ചെന്നൊരു ചായ കുടിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. എല്ലാ ക്രിസ്ത്യാനി പോലെ തന്നെ ബീഫ് ചിക്കൻ വീട്ടിലില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഒരിക്കലും ബീഫ് വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോയിട്ടാ. പരിസ്ഥിതി ദിനം 5-ാം തീയതി കഴിഞ്ഞെങ്കിലും ഇവളുടെ കയ്യിൽ ഒരു ചെടി കൊടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇവിടെ ഒരു വാഴയിലെ ശരിക്കും കൊടുക്കണം. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഇവിടെ അത് കൊണ്ടുപോയി. ഇവ പണ്ടേ പ്രസിഡന്റ് ആയതുകൊണ്ട് ബുദ്ധിപൂർവ്വമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നടത്തി. ഇവനാണെങ്കിൽ പുതിയ പ്രസിഡന്റായി. അതിന്റെ അഹങ്കാരം കൊണ്ട് ഇവൻ ചെടിയൊക്കെ നട്ടി. ഇത് കണ്ട് ഇവന്റെ അപ്പം വരെ ഞെട്ടിപ്പും. കാരണം ശരീരം പണിയെടുക്കുന്നത് വല്ലപ്പോഴാണ്. പണിയെടുത്ത് അവൻ വയർത്ത് ക്ഷീണിതനായി. എന്താണെന്നറിയും കൂടെ ആരെ കാണിക്കാനാണോ? എന്തായാലും നടക്കട്ടെ പാവം. ഉച്ചയപ്പോൾ സിനിമയ്ക്ക് വന്ന് തീരുമാനിച്ചു. ഏതാണ്ട് ചോട്ടമ്പി റിലീസാണ്. ഞങ്ങളെല്ലാം തല ഫാൻസ് ആണല്ലോ. തലേനെ കാണാൻ വേണ്ടി ചോട്ടമ്പയാണ് പോയി. എന്താ അടിപൊളിയായിരുന്നല്ലേ. വേറെ വൈബാർന്നിട്ട തിയേറ്റർ മൊത്തത്തിൽ. എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഇറങ്ങിയ പടമുണ്ട്. ഇപ്പോഴും ആ പടത്തിന് കിട്ടില്ല വൈബാണ്ട. അപ്പോഴും നമ്മുടെ ചങ്ങാതി എന്നെ വിളിച്ചിട്ട് ഇറങ്ങി ചെറായി ഫുഡ് അടിക്കാൻ തുടങ്ങി. കടലോട് ചേർന്നിട്ടുള്ള ഫുഡ് ആസ്വദിക്കാനായിട്ട് വേണ്ടിയിട്ട് ചെറായി വരെയും പോയത്. എന്താ വൈബ് എന്നറിയോ? വേറെ ലെവലായിരുന്നിട്ടാ. ആ കടലിന്റെ തീരത്തിരുന്ന് നല്ല മീനും കക്കയും കൂന്തലും പോർക്കും ബീഫൊക്കെ കൂട്ടി കപ്പ കൂട്ടി പിടുത്തം പിടിക്കാനായിട്ട് എന്റെ മോനെ. ഇടയ്ക്ക് ചെറായിക്കെ പോകാറുണ്ടെങ്കിലും ഇങ്ങനത്തെ ഫുഡ് സ്പോട്ടുകൾ അധികം കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇത് കിട്ടില്ല എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഐറ്റം. ആ കടലും കാറ്റും ആ കോട്ടമ്പുള്ളിട്ട മീൻ കറിയും കപ്പയും കൂടി ഒരു പിടുത്തം പിടിച്ച എന്റെ മോനെ. ശരിക്കും നല്ല വൈബാണ്ട് ഇവിടെ വരാനായിട്ട്. ഒരുപാട് പേര് നട്ടുച്ചയായിട്ടും ഇത്ര പേര് ഇവിടെ വന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ആസ്വദിക്കാനായിട്ട് എപ്പോഴും ഉണ്ടായാലും മലയാളികൾ ഓടിയെത്തിക്കോളൂ. അതേപോലെ ഞാൻ ഓടിയെത്തും. എങ്ങനെയൊക്കെ ആസ്വദിക്കാൻ പറ്റിയാലും ലൈഫ് ആസ്വദിച്ചോളോട്ടെ. എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയമൊക്കെ എൻജോയ് ചെയ്തോളാം. എത്ര നാളെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ എന്ത് പറയാനാണ്, എല്ലാവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അപ്പൊ പഞ്ഞിക്കാരൻ പോണേ സുലാൻ.